സൂര്യകുമാർ യാദവിനെ T20 ടീമിൻ്റെ നായകസ്ഥാനത്ത് നിന്നും അതേപോലെ ടീമിൽ നിന്നും ഒഴിവാക്കിയ ശേഷം ഇന്ത്യക്ക് കഷ്ടകാലമാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു മത്സരം പോലും ഇന്ത്യക്ക് ജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഇതിനോടകം 7 T20 മത്സരങ്ങൾ പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യ കളിച്ചു കഴിഞ്ഞു. അതിൽ ഒന്നുപോലും ഇന്ത്യക്ക് വിജയം എത്തിപ്പിടിക്കാനോ ആയിട്ടില്ല കേട്ടോ. 6 കളികളിൽ ഇന്ത്യ തോറ്റപ്പോൾ ശേഷിച്ച 1 മഴയെ തുടർന്ന് ഫലമില്ലാതെ ഉപേക്ഷിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ടീമിൻ്റെ പരിതാപകരമായ പ്രകടനത്തോടുകൂടി ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിക്കെതിരെയുള്ള ചോദ്യങ്ങളും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വരാനിരിക്കുന്ന സിംബാബ്വെ പര്യടനം ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയൊരു അഗ്നിപരീക്ഷണം തന്നെയായിരിക്കും. അയർലൻഡിൽ സംഭവിച്ചതുപോലെ ഒരു ദുരന്തമുണ്ടായാൽ പരമ്പരയ്ക്ക് ശേഷം ശ്രേയസ് അയ്യർ നായകസ്ഥാനത്ത് നിന്നും അതേപോലെ തന്നെ സ്ക്വാഡിൽ നിന്നും തന്നെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ ശ്രേയസ് അയ്യർ T20 ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും തെറിക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ ക്യാപ്റ്റൻ ആവാൻ ചാൻസ് ഉള്ളത് ഇവരൊക്കെയാണ്. നിലവിൽ സ്വാഭാവികമായിട്ടും വൈസ് ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് തിലക് വർമ്മയ്ക്കായിരിക്കും ഒരു ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുന്ന സമയത്ത് വരാനുള്ളൊരു സാധ്യതയുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലവിലെ ഫോം വെച്ച് നോക്കുന്ന സമയത്ത് സിംബാബ്വെ പര്യടനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞാൽ അദ്ദേഹം ടീമിൽ തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം കഴിഞ്ഞ ഏഷ്യ കപ്പിലെ ഫൈനലിൽ പാകിസ്ഥാനുമായിട്ടുള്ള ആ ഒരു മത്സരം ഒഴിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്നും നല്ലൊരു ഇന്നിങ്സ് പിറന്നിട്ടില്ല എന്ന് തന്നെ തീർത്തും പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ടീമിൽ തുടരാൻ അനുവദിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. പിന്നെ മറ്റൊരു ചാൻസ് ആരാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഏകദിന ടീമിൻ്റെയും അതേപോലെ തന്നെ ടെസ്റ്റ് ടീമിൻ്റെയും ക്യാപ്റ്റനായിട്ടുള്ള ശുഭ്മാൻ ഗില്ലാണ് കേട്ടോ. നിലവിൽ ഏകദിനത്തിൻ്റെയും ടെസ്റ്റിൻ്റെയും മാത്രം സ്ഥിരം ക്യാപ്റ്റനായിട്ടാണ് കേട്ടോ അദ്ദേഹത്തിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ T20 ടീമിലേക്ക് തിരിച്ചു വരികയാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാപ്റ്റൻസി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. പക്ഷേ അദ്ദേഹം T20യിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിലും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശൈലി ഒരിക്കലും T20ക്ക് ഫേവറായിട്ടുള്ളൊരു ബാറ്ററല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാപ്റ്റൻസി ആവാനുള്ള ചാൻസ് ഉള്ളത് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണാണ് കേട്ടോ. ഇപ്പോൾ T20യിലെ അവിഭാജ്യ ഘടകമായിട്ടുള്ള അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തിനിടെ നിരവധി T20കൾ കളിക്കുകയും T20 ലോകകപ്പിലെ ഹീറോ ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം സഞ്ജുവിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകം കൂടിയാണ്. ഇത് മാത്രമല്ല കോച്ച് ഗൗതം ഗംഭീറിൻ്റെ ഉറച്ച പിന്തുണയും സഞ്ജുവിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂര്യകുമാർ യാദവിനെ പുറത്താക്കിയ ശേഷം ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഗംഭീർ നിർദ്ദേശിച്ച ഒരു പേരുകളിലൊന്ന് സഞ്ജുവിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ അജിത് അഗർക്കറിൻ്റെ കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇതിനോട് യോജിക്കാൻ തയ്യാറായില്ല കേട്ടോ. അപ്പോഴാണ് ഈ ശ്രേയസ് അയ്യർ എന്നുള്ളൊരു പേര് വന്നതും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്.